അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ്സിൻ്റെ ലിവറി. അതേപോലെ തന്നെ മോഡും നല്ല അടിപൊളിയായിട്ടുള്ള ഹൈ ക്വാളിറ്റി മോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡ് ആഡ് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്യുന്നപ്പോൾ പുതുതമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരും പിന്നെയും സംശയിച്ച് ചോദിക്കേണ്ടത് അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവണില്ലേ ശരിയാവണില്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ അതാണ് നമ്മളിന്ന് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മോഡൽ ലിവറി ഡൗൺലോഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ അത് നമ്മുടെ ബസ് സിമുലേറ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതും ഫുള്ളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ടൂറിസ്റ്റ് ബസ് നിങ്ങളുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മതി നോട്ടിഫിക്കേഷൻ വിളിക്കുക. നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ബസ്സിൻ്റെ ഈ മോഡും ലിവറിയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുക്കുന്നത് സെഡോൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിലൊരുവിധം എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ലോഡിങ് ആയിട്ട് വരും. അതിനുശേഷം ഈ ഒരു രീതിയിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കളർ ഒരു ഏരോ ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള ബസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒന്നും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കൊമ്പൻ്റെ ഈ ഒരു ബസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഫ്രീ ഡൗൺലോഡ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റ് വരും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലിവറി ഡൗൺലോഡ് ചെയ്യണം. ലിവറി ഇതേവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ലിവറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു വൈറ്റ് ഈ ഒരു ലിവറി ജസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ PNG ഫയൽ ക്ലിക്ക് ചെയ്യുക, ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. ഇതും മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലെത്തും. ജസ്റ്റ് ഇവിടെ മുകളിൽ ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പോൾ മീഡിയ ഫയൽ കാണാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫയൽ ഇവിടെ രണ്ടും ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ ഡൗൺലോഡായ ഫയലിൻ്റെ പേജ് ഒന്ന് നോക്കി വയ്ക്കുക. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് സെഡോൺ V3 ആണ്. അപ്പോൾ അത് നമുക്ക് ഫയൽസിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൻ്റെ ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെഡോൺ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ സെഡോൺ V3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗാരേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി നമുക്ക് ലിവറി ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ബ്രൗസ് ലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഡിവൈസ് ഗാലറി എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ലിവറി അപ്ലൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലിവറിയാണ്. അതേപോലെ തന്നെ മോഡും അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ്സാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ലിവറി അപ്ലൈ ആവുള്ളൂ. അതിനുശേഷം ഒന്നില്ലെങ്കിൽ ഒരു ആഡ് കാണുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക. അപ്പോൾ ഞാനൊരു ആഡ് കണ്ടു വന്നു. അപ്പോൾ നമ്മുടെ ലിവറി അപ്ലൈ ആയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിമിലൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ്സിൻ്റെ ലിവറി. അതേപോലെ തന്നെ മോഡും നല്ല അടിപൊളിയായിട്ടുള്ള ഹൈ ക്വാളിറ്റി മോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മോഡ് ആഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്ന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണെന്നുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.